നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നു കഴിഞ്ഞിട്ട് ഒരാഴ്ചയാകാൻ പോകുന്നു. പക്ഷേ ചിലരുടെ ഓരിയിടലുകളും മോങ്ങലുകളും രോദനങ്ങളും ഒന്നും നിലച്ചിട്ടില്ല. മരണവീട്ടിൽ ഒപ്പാരിയിടുന്നത് പോലെ ചിലർ സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നു, കണ്ണീരൊഴുക്കുന്നു, തെറി വിളിക്കുന്നു. വൃത്തികെട്ട നാവിൽ നിന്ന് ദിലീപിനെ വിളിക്കുന്ന തെറി ഈ ഫെമിനിസ്റ്റുകളുടെ വായിൽ നിന്ന് അനർഗള നിർഗളം ഒഴുകുന്നു. മെഴുകുതിരി കത്തിച്ചു പിടിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 ദിവസം മുൻപ് വേറിട്ടൊരു പ്രതിഷേധം അരങ്ങേറിയത്. അതിൽ നമ്മുടെ ബാലചന്ദ്രകുമാറിൻ്റെ ഭാര്യയെയും പങ്കെടുപ്പിക്കുന്നു. ആരാണ് ബാലചന്ദ്രകുമാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനു മുമ്പ് ബാലചന്ദ്രകുമാറിൻ്റെ ഭാര്യ പറഞ്ഞതിനെക്കുറിച്ച് പറയാം. ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുന്നു. മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെക്കുറിച്ച്, അയാൾ എത്ര നുണയനായിരുന്നാലും ചതിയനായിരുന്നാലും അയാളെക്കുറിച്ച് പറയണമെന്ന് കരുതിയതേയല്ല. മരണം ഒരാളെയും വിശുദ്ധനാക്കുന്നുമില്ല. ഇതിപ്പോൾ ബാലചന്ദ്രകുമാറിൻ്റെ ഭാര്യയെ കളത്തിലിറക്കിയത് കൊണ്ടാണ് വീണ്ടും അയാളെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. ഞായറാഴ്ച IFFKയുടെ വേദിയിൽ സംഘടിപ്പിച്ച അവൾക്കൊപ്പം എന്ന ഐക്യദാർഢ്യ പരിപാടിയിലാണ് ബാലചന്ദ്രകുമാറിൻ്റെ ഭാര്യ ഷീബയെ പങ്കെടുപ്പിച്ചത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്താൻ വൈകിയത് താൻ കാരണമാണെന്നാണ് ഷീബ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് പറഞ്ഞതാണ്. ഇന്ന് ഓർക്കുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. ജീവൻ നഷ്ടപ്പെടും എന്നുറപ്പിച്ചായിരുന്നു അദ്ദേഹം പോരാട്ടത്തിനിറങ്ങിയത്. 3ാമത്തെ ട്രയൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അദ്ദേഹം തന്നെ വിളിച്ച് ഈ കോടതിയിൽ നിന്ന് നടിക്ക് നീതി കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. കോടതിയിൽ നിന്ന് ആ കുട്ടിക്ക് നീതി കിട്ടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പ്രതി എന്ന് പറയപ്പെടുന്ന വ്യക്തിക്കൊപ്പം 7 വർഷം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നു. ജീവൻ നഷ്ടമാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം കേസുമായി മുന്നോട്ട് പോയത്. എന്തുകൊണ്ട് ഇത്രയും കാലം വെളിപ്പെടുത്തിയില്ല എന്ന് പലരും ചോദിച്ചു. അതിനു കാരണം താനാണ്. അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് കരഞ്ഞ് വൈകിപ്പിച്ചതാണ്. എന്നാൽ അത് പാടില്ലായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. ഇങ്ങനെയൊക്കെയാണ് ഷീബ പറഞ്ഞത്. ബാലചന്ദ്രകുമാറിനെ കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്. അതിനു മുൻപ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവരൊക്കെ പറയുന്നത് മറ്റുള്ളവർ തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്നും കോടതിയുടെ വിധി അംഗീകരിക്കരുതെന്നുമാണോ ഇവർ പറയുന്നത്? ഇതിൽ എന്ത് യുക്തിയാണുള്ളത്? ഇനി ബാലചന്ദ്രകുമാറിനെ കുറിച്ച് പറയാം. ബാലചന്ദ്രകുമാർ തൻ്റെ പരദൂഷണം റിപ്പോർട്ടർ ചാനലിലൂടെ പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അന്ന് ഇയാൾ പറഞ്ഞതിലെ പൊരുത്തക്കേടുകൾ ഞാൻ നിരന്തരം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന് ബാലചന്ദ്രകുമാറും ബൈജു കൊട്ടാരക്കരയുമൊക്കെ റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന പലതവണ എന്നെ അധിക്ഷേപിച്ചു. ബാലചന്ദ്രകുമാറിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നു തുടങ്ങിയപ്പോഴാണ് തലശ്ശേരി സ്വദേശിനിയായ ഒരു സ്ത്രീ അയാളെ തിരിച്ചറിഞ്ഞത്. തന്നെ വർഷങ്ങൾക്ക് മുൻപ് പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ ആളാണ് ബാലചന്ദ്രകുമാർ എന്ന് തിരിച്ചറിഞ്ഞ അവർ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി കൊടുത്തു. പക്ഷേ ആ സ്ത്രീയുടെ ഭൂതകാലം അന്വേഷിച്ചു പിടിച്ച് അവരെ അവഹേളിക്കാനുള്ള ശ്രമമാണ് ബാലചന്ദ്രകുമാറും അയാളുടെ പിന്നിൽ നിന്നവരും അന്ന് നടത്തിയത്. അവർ കോടതിയിൽ മൊഴി കൊടുക്കുന്നത് പോലും തടയാൻ ഇവരൊക്കെ പരമാവധി ശ്രമിച്ചു എന്ന് പിന്നീട് അറിഞ്ഞത്. ഇന്ന് ആ കേസിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പ്രതി മരണപ്പെട്ട സ്ഥിതിക്ക് ഇനി ആ കേസ് മുന്നോട്ട് പോകാൻ വഴിയില്ല. അന്ന് ബാലചന്ദ്രകുമാറിനെതിരെ മറ്റൊരാൾ കൂടി സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവർക്ക് പരാതി കൊടുത്തിരുന്നു. എറണാകുളത്തുകാരനായ കൃഷ്ണൻ എന്നയാളായിരുന്നു പരാതിക്കാരൻ. 2010 സംഭവം നടക്കുന്നത്. അയാളുടെ പരാതിയുടെ ചുരുക്കം ഇങ്ങനെയായിരുന്നു. സിനിമയിലേക്ക് പുതുമുഖങ്ങളെയും സാങ്കേതിക വിദഗ്ധരെയും ആവശ്യമുണ്ടെന്നുള്ള പരസ്യത്തിൽ കാണിച്ചിരുന്ന നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ എടുത്തത് ബാലു എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ. സുഭാഷ് പാർക്കിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനറായി അവസരം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. 3 തവണകളായി 1 ലക്ഷം രൂപ വാങ്ങി. തങ്ങൾ തമ്മിൽ സംസാരിച്ചത് മുഴുവൻ ബാലു റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉടക്കുകയാണെങ്കിൽ ഇത് ആവശ്യം വരും എന്നായിരുന്നു. തൻ്റെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടിയും അന്ന് സുഭാഷ് പാർക്കിൽ എത്തിയിരുന്നു. പണം വാങ്ങിയതിന് ശേഷം പിന്നീട് ബാലു ഫോൺ വിളിച്ചാൽ എടുക്കാതെയായി. കുറച്ച് നാളുകൾക്ക് ശേഷം ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ സുഭാഷ് പാർക്കിൽ വെച്ച് കണ്ട കാര്യം സംസാരിച്ചു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് തന്നെ പീഡിപ്പിച്ചെന്നും ആ ദൃശ്യങ്ങൾ പകർത്തിയെന്നും പോലീസിൽ പരാതിപ്പെടാനൊരുങ്ങിയപ്പോൾ പീഡന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. കൃഷ്ണൻ ഇതേക്കുറിച്ച് ബാലുവിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ തന്നെയും ഞാൻ കൂട്ടുപ്രതിയാക്കും എന്നാണ്. പിന്നീട് TV കണ്ടപ്പോഴാണ് അന്ന് തന്നെ പറ്റിച്ച് മുങ്ങി പണം വാങ്ങുകയും ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്ത ബാലുവാണ് ഈ ബാലചന്ദ്രകുമാർ എന്ന് കൃഷ്ണൻ തിരിച്ചറിഞ്ഞത്. ഇങ്ങനെയായിരുന്നു കൃഷ്ണൻ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഞാനിത് പറഞ്ഞത് മനുഷ്യത്വത്തിൻ്റെയും സത്യസന്ധതയുടെയും ആൾരൂപമായി ബാലചന്ദ്രകുമാറിനെ ചിലർ ഉയർത്തിക്കാട്ടി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതുകൊണ്ടാണ്. ഇനി ബാലചന്ദ്രകുമാർ പറഞ്ഞതിലെ ചില പൊരുത്തക്കേടുകളെക്കുറിച്ച്. ബാലചന്ദ്രകുമാർ എന്നുള്ള ഒരു വ്യക്തി സിനിമാ രംഗത്തുണ്ടെന്ന് 4 പേര് അറിയുന്നത് തന്നെ ദിലീപിനെതിരെ പറഞ്ഞുകൊണ്ട് ഇയാൾ റിപ്പോർട്ടർ ചാനലിലൂടെ രംഗത്ത് വന്നതിന് ശേഷം മാത്രമാണ്. ഇയാൾ ആകെ സംവിധാനം ചെയ്തത് കൗബോയ് എന്നൊരു പൊട്ടിപ്പൊളിഞ്ഞ സിനിമ മാത്രമാണ്. അതും ഹോളിവുഡ് ത്രില്ലറായ നിക്ക് ഓഫ് ടൈമിൻ്റെ കോപ്പി. 2013 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ അഭിനയിച്ചത് ഖുശ്ബുവും ആസിഫ് അലിയും മൈഥിലിയും ഒക്കെയായിരുന്നു. അതിൽ ബാലചന്ദ്രകുമാറിൻ്റെ മകനും അഭിനയിച്ചിരുന്നു. ഒരാളുടെ അസോസിയേറ്റായി പോലും ബാലചന്ദ്രകുമാർ പ്രവർത്തിച്ചതായി ആർക്കും അറിവില്ല.
എന്നിട്ടും സിനിമ സംവിധാനം ചെയ്തു. 2 ദിവസം തികച്ച് തിയേറ്ററുകളിൽ കളിക്കാത്ത ഇതുപോലൊരു സിനിമ ചെയ്ത ഒരാളിന് സിനിമ അരച്ചുകലക്കി കുടിച്ച ദിലീപ് ഡേറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞതു തന്നെ വിശ്വസിക്കാൻ പ്രയാസമാണ്. ബാലചന്ദ്രകുമാർ പറഞ്ഞ മറ്റൊരു കാര്യം, തന്റെ മെസ്സേജ് കണ്ട് പേടിച്ച ദിലീപ് 2021 ഏപ്രിൽ 9-ാം തീയതി തന്നെ കാണാൻ തിരുവനന്തപുരത്ത് വന്നെന്നും 3 ദിവസം ഇവിടെ താമസിച്ചു എന്നുമാണ്. അങ്ങനെയെങ്കിൽ ദിലീപ് താമസിച്ച ഹോട്ടലോ റിസോർട്ടോ സുഹൃത്തുക്കളുടെ വീടോ ഉണ്ടായിരിക്കുമല്ലോ തിരുവനന്തപുരത്ത്. തന്നെ കാണാൻ വന്ന ദിലീപ് 3 ദിവസം എവിടെയാണ് താമസിച്ചത് എന്നുകൂടി ബാലചന്ദ്രകുമാർ വ്യക്തമാക്കേണ്ടിയിരുന്നതല്ലേ? അത് ചെയ്തില്ലല്ലോ. തൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ദിലീപ് തിരുവനന്തപുരത്തേക്ക് ഓടിപ്പാഞ്ഞ് വന്നതെന്നാണല്ലോ ബാലചന്ദ്രകുമാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ബ്ലാക്ക് മെയിൽ അല്ലായിരുന്നു. തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ, ഉദ്ദേശം നല്ലതാണെങ്കിൽ ആ തെളിവുകളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ പോലീസിനെയോ അല്ലേ സമീപിക്കേണ്ടിയിരുന്നത്? ഇനി ബാലചന്ദ്രകുമാറിനെ കാണാൻ ദിലീപ് ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്ത് വരാമെങ്കിൽ 24 കിലോമീറ്റർ കൂടി വണ്ടി ഓടിച്ച് അയാളുടെ വീടായ നെയ്യാറ്റിൻകരയിൽ എത്താമായിരുന്നില്ലേ? അഡ്രസ്സ് ദിലീപുമായി ഉണ്ടാക്കിയ കരാറിലുണ്ടായിരുന്നല്ലോ. അത് ചെയ്തില്ല. ഇനി ദിലീപിന് ബാലചന്ദ്രകുമാറിനെ ഭയമുണ്ടായിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ദിലീപ് എന്തു ചെയ്യുമായിരുന്നു? ഒന്നുകിൽ അയാൾ ചോദിക്കുന്ന പണം കൊടുത്ത് ഒഴിവാകും, അല്ലെങ്കിൽ ബാലചന്ദ്രകുമാറിൻ്റെ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുമായിരുന്നു. അതുമല്ലെങ്കിൽ നമ്പർ ബ്ലോക്ക് ചെയ്യില്ലായിരുന്നു. ദിലീപ് തൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു എന്നായിരുന്നല്ലോ ബാലചന്ദ്രകുമാറിൻ്റെ വാദം. ജയിലിൽ നിന്ന് കത്തയച്ച് പൾസർ സുനി ഭീഷണിപ്പെടുത്തിയിട്ട് പോലും വീഴാതിരുന്ന ആളാണ് ദിലീപ് എന്നോർക്കണം. ബാലചന്ദ്രകുമാർ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ദിലീപ് എന്തുകൊണ്ട് അയാൾക്കെതിരെ കേസ് കൊടുത്തില്ല എന്നുള്ളതായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജകുമാർ അന്നുയർത്തിയ ഒരു ചോദ്യം. പൾസർ സുനി ഭീഷണി കത്തയച്ചപ്പോൾ സാക്ഷാൽ DGPക്ക് പരാതി കൊടുത്തയാളാണ് ദിലീപ്. ആ പരാതിയിൽ പിന്നീട് എന്തുണ്ടായി എന്ന് നമുക്കറിയാമല്ലോ. ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്തത് സാംസങ്ങിൻ്റെ മൊബൈൽ ഫോണിലാണെന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത്. പക്ഷേ വെളിപ്പെടുത്തലുകളുമായി വന്നപ്പോൾ ആ ഫോൺ കൈവശമില്ല. അത് സൂക്ഷിച്ചു വയ്ക്കണമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞ ന്യായം. നടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ ഒറിജിനൽ ഫോൺ കണ്ടെത്താൻ കേരള പോലീസ് തുണി ഉടുത്തും തുണി ഉടുക്കാതെയും കണ്ട കുളത്തിലും കിണറ്റിലുമൊക്കെ മുങ്ങി തപ്പിയത് ബാലചന്ദ്രകുമാറും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പക്ഷേ താൻ റെക്കോർഡ് ചെയ്ത ഫോണിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അത് സൂക്ഷിച്ചു വയ്ക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഒറിജിനലാകുമ്പോൾ എഡിറ്റിംഗ് ഒന്നും നടക്കില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. 2017 നവംബർ 17-ാം തീയതിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ദിലീപ് ശപഥം ചെയ്തത് എന്നാണ് അന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞത്. പക്ഷേ ഒരു കൊലപാതകം നടക്കുമെന്ന് അറിഞ്ഞിട്ടും അത് പോലീസിനെ അറിയിച്ചില്ലെന്ന് മാത്രമല്ല, പിന്നെയും കുറേ മാസങ്ങൾ ദിലീപിനോടൊപ്പം ഒട്ടിനിന്ന് പുട്ടടിക്കുകയും ചെയ്തു ബാലചന്ദ്രകുമാർ. അപ്പോൾ ശപഥം ചെയ്തതുപോലെ ദിലീപ് ചെയ്തിരുന്നെങ്കിലോ? കുറ്റബോധം കൊണ്ട് ബാലചന്ദ്രകുമാർ നേരെ ജീവിക്കേണ്ടി വന്നേനെ. ഒരു പട്ടിക്ക് 5 രൂപയുടെ ഒരു ടൈഗർ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്താൽ പോലും അതാ നന്ദി കാണിക്കും. ദിലീപിൻ്റെ വീടുമായി അടുത്ത് ഇടപഴകിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നും ദിലീപിൻ്റെ അമ്മയും ഭാര്യയും വിളമ്പിക്കൊടുത്ത ഭക്ഷണം പലതവണ കഴിച്ചിട്ടുണ്ടെന്നും അവകാശപ്പെട്ടിരുന്ന ബാലചന്ദ്രകുമാർ നന്ദി കാണിച്ചില്ലെന്ന് മാത്രമല്ല, നന്ദികേട് കാണിക്കുകയും ചെയ്തു. ഒരു വീട്ടിൽ നമ്മളെ വിശ്വസിച്ച് കയറ്റുമ്പോൾ ആ വീട്ടുകാരറിയാതെ അവിടെ നടക്കുന്നത് രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നവനെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്? ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ദിലീപിൻ്റെ വീട്ടിൽ റെക്കോർഡ് ചെയ്തതുപോലെയാണ് ഇയാൾക്കെതിരെ DGPക്ക് പരാതി കൊടുത്ത കൃഷ്ണനോടും പീഡിപ്പിക്കപ്പെട്ട ആ സ്ത്രീകളോടും ചെയ്തത്. പ്രോസിക്യൂഷൻ്റെ വിശ്വസ്തനായ സാക്ഷിയായിരുന്നു ബാലചന്ദ്രകുമാർ. എന്നാൽ കോടതിയിൽ ഇയാളുടെ വാദങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുകയായിരുന്നു. മൊഴി നിഷേധിക്കാനാവാത്ത തരത്തിലുള്ള വിശ്വസനീയമായ സാക്ഷി എന്ന തരത്തിലാണ് പ്രോസിക്യൂഷൻ ബാലചന്ദ്രകുമാറിനെ കെട്ടിയിറക്കിയത്. ദിലീപിനെതിരായ ബാലചന്ദ്രകുമാറിൻ്റെ മൊഴികളിൽ വലിയ വൈരുദ്ധ്യങ്ങളാണ് കോടതി കണ്ടെത്തിയത്. 2021 ഡിസംബർ 29-ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ വിസ്തരിക്കാനിരിക്കുമ്പോഴാണ് ഡിസംബർ 25-ന് വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രകുമാർ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതുകൊണ്ടാണ് ചാനലിന് അഭിമുഖം നൽകിയത് എന്നായിരുന്നു ബാലചന്ദ്രകുമാറിൻ്റെ വാദം. 2021 നവംബർ 25-നാണ് ഇയാൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. 1 മാസത്തിനു ശേഷമായിരുന്നു ചാനലിൽ പ്രത്യക്ഷപ്പെട്ടത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് 1 മാസം മുമ്പ് തന്നെ തൻ്റെ കയ്യിൽ ദിലീപിനെതിരെയുള്ള തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇയാൾ പല ചാനലുകളെയും സമീപിച്ചിരുന്നു. ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി കള്ളമാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ അയാളുടെ ഫോണിൽ നിന്ന് അന്ന് തന്നെ കിട്ടിയിരുന്നു. തനിക്ക് ഭീഷണിയുണ്ടെന്ന് ദിലീപിൻ്റെ വീട്ടിലെ ജോലിക്കാരനായ ദാസൻ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് എന്നായിരുന്നു ബാലചന്ദ്രകുമാറിൻ്റെ വാദം. 2021 ഒക്ടോബർ 26-നായിരുന്നു ദാസൻ തന്നെ വിളിച്ചത് എന്നായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത്. എന്നാൽ 2020 ഡിസംബറിൽ തന്നെ ദാസൻ ദിലീപിൻ്റെ വീട്ടിലെ ജോലി മതിയാക്കി പോയിരുന്നു. ഇങ്ങനെ ബാലചന്ദ്രകുമാറിൻ്റെ പച്ചക്കള്ളങ്ങൾ ഓരോന്നോരോന്നായി കോടതിയിൽ പൊളിഞ്ഞു വീണു. ഈ കേസിൻ്റെ വിധി വരുന്നതിന് മുൻപ് തന്നെ യഥാർത്ഥ പ്രതി ശിക്ഷിക്കപ്പെടില്ല എന്ന് അന്നും ഇന്നും ദിലീപിനെ പ്രതിയാക്കണമെന്ന് വാശി പിടിക്കുന്നവർ അന്തിച്ചർച്ചകളിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഇപ്പോൾ വിധി വന്നതിനു ശേഷവും അവർ 8-ാം പ്രതിയായിരുന്ന ദിലീപിനെ മാത്രം വെറുതെ വിടുന്നില്ല.
ജുഡീഷ്യറിയെ പോലും അവഹേളിച്ചുകൊണ്ടേയിരിക്കുന്നു. 2 പീഡനക്കേസുകളിൽ പ്രതിയായ വേടനെ ചേർത്തു പിടിച്ചവർ ദിലീപിനെ മൃഗീയമായി അവഹേളിക്കുന്നു. വേടന്റെ ജൽപ്പനങ്ങൾക്ക് മുന്നിൽ കൈയടിക്കുന്നവർ ദിലീപിന്റെ സിനിമയെ പരാജയപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുന്നു. ഇത്രയും നാൾ രംഗത്തിറങ്ങാത്ത ബാലചന്ദ്രകുമാറിന്റെ ഭാര്യയെ രംഗത്തിറക്കുന്നു. ഇവരൊക്കെ പറയുന്നത് കേട്ടുകേൾവികൾ മാത്രമാണ്. പക്ഷേ കോടതി വിധിച്ചത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. മരണപ്പെട്ടു പോയതുകൊണ്ട് ബാലചന്ദ്രകുമാർ വിശുദ്ധനാകുന്നില്ല. ഒരുപക്ഷെ അയാൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയായിരിക്കാം അത്. ഇത്രയും നാൾ നിശബ്ദയായിരുന്ന ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ഇപ്പോൾ വെളിച്ചത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ആരാണ് എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഒരു നാൾ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും.